പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പുതിയ അധ്യയന വർഷമായി. നിങ്ങളെല്ലാം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിലും അതുപോലെ സർവകലാശാല ക്യാമ്പസിലുമെല്ലാം അധ്യയനം ആരംഭിച്ചു തുടങ്ങി. ഈ വേളയിൽ നിങ്ങളെ കുറച്ചു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സ്കൂളിലെല്ലാം മികച്ച രീതിയിൽ തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിങ്ങൾ പുത്തൻ സ്വപ്നങ്ങളുമായി ക്യാമ്പസുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളാണ് നാളെ ഭാവിയുടെ കരുത്താകേണ്ടവർ. നിങ്ങളാണ് ഭാവിയിൽ രാഷ്ട്രശില്പികളാകേണ്ടവർ. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഈ രാജ്യത്തിന് ഏറെ പ്രതീക്ഷയുണ്ട്. ക്യാമ്പസിൽ എത്തിച്ചേരുന്ന നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, നിങ്ങൾക്കറിയാം, ക്യാമ്പസുകളെ സുരക്ഷിതമാക്കുക, സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇടങ്ങളാക്കി മാറ്റുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടുവാൻ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക, ക്യാമ്പസ് സുരക്ഷിതമാക്കുക, ഇതെല്ലാം സർവകലാശാല അധികൃതരോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്യാമ്പസുകളിൽ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിലും ഇന്ന് നടമാടുന്ന ഒരു കാര്യം മയക്കുമരുന്നിൻ്റെ സ്വാധീനമാണ്. ക്യാമ്പസിൽ വരുന്ന പല കുട്ടികളും പലയിടത്തും അവർ പോലും അറിയാതെ മയക്കുമരുന്ന് ലോബിയുടെ ഇരകളാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സീറോ ടോളറൻസ് ടു ഡ്രഗ്സ് എന്ന ഒരു പോളിസിയാണ് കാലിക്കറ്റ് സർവകലാശാല ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അത് നിങ്ങളും പൂർണ്ണമായും ഉൾക്കൊള്ളണം. ഒരു കാരണവശാലും മയക്കുമരുന്നിൻ്റെ ഇരകളാകരുത്. അതിന് ആദ്യം മുതൽ തന്നെ, ക്യാമ്പസിൽ വരുമ്പോൾ മുതൽ തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലും നിങ്ങൾ ചെന്ന് പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് ഓർമ്മിപ്പിക്കാനുള്ളത്, ആൻറ്റി റാഗിങ്, സേ നോ ടു ഡ്രാഗിങ്. ഒരു കാരണവശാലും ഒരു ക്യാമ്പസിൽ റാഗിങ് അനുവദിച്ചുകൂടാ. ക്യാമ്പസ് വളരെയേറെ വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണം. മുതിർന്ന കുട്ടികളുടെ ഉത്തരവാദിത്തം, അനിയന്മാരും അനിയത്തിമാരും ക്യാമ്പസിൽ വരുമ്പോൾ അവർക്ക് വേണ്ട സ്നേഹവും സൗഹൃദവും വേണ്ട നിർദ്ദേശങ്ങളും നൽകി അവരെ കൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ റാഗിങ് എന്ന ഒരു മഹാവിപത്ത് അതിന് ഇരയാകുന്നവരോടൊപ്പം തന്നെ അതിന് ഇരയാക്കുന്നവർ പോലും അതിൽ പെട്ടുപോകുന്നു. കഴിഞ്ഞ വർഷം പൂക്കോട് സംഭവിച്ച സിദ്ധാർത്ഥൻ്റെ മരണം നമ്മളെ, അതിന് ശേഷമുണ്ടായ സംഭവങ്ങളെല്ലാം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സേ നോ ടു റാഗിങ് ഇത് നിങ്ങൾ ഉറപ്പാക്കണം. ഇത് ഏതെങ്കിലും രീതിയിൽ ഈ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ സാന്നിധ്യവും അതുപോലെ തന്നെ റാഗിങ് പോലെയുള്ള നീചമായ കുറ്റകൃത്യങ്ങളോ നിങ്ങളുടെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും അതിന് തടയാൻ വേണ്ട നടപടികൾ എടുക്കുവാൻ ബന്ധപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങളിലുണ്ട്. നിങ്ങളെല്ലാവരും നല്ലപോലെ പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ പുറകെ പോവുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്.